കിട്ട് രണ്ടെണ്ണം തരാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ അവളെ എന്റെ ഭാര്യ കൊല്ലടാ, കൊടുക്കടാ. അയ്യോ ഞാനോ? അടിക്കടാ. അല്ല ചേട്ടാ, ഞാൻ 6 വർഷങ്ങൾക്ക് മുൻപ് ചേട്ടാ അറിയാതെ പറ്റിയതാ. 6 വർഷങ്ങൾക്ക് മുൻപേ നീ തന്നെ എന്നോട് ചെയ്യണോടാ. അയ്യോ ഇത് എല്ലാത്തിനും കാരണം ഇവനാ. ആ സെറീനയുടെ വീട്ടിലേക്ക് ഇവനെ കൊണ്ട് പോകണ്ടെന്ന് ഞാൻ അപ്പോഴാ പറഞ്ഞതാ. അപ്പൊ ചേട്ടായുടെ ഒടുക്കത്തൊരു സെന്റിമെന്റ്സ് അനുഭവിച്ചോ? ആ ഡയാന ഉണ്ടല്ലോ ഇപ്പൊ ചേട്ടായുടെ കൂടി ഭാര്യ. ഞാനൊന്ന് പറയട്ടെ, ബായിക്കൊരു പ്രശ്നം വന്നപ്പോൾ ബായി ഡയാനയെ ഇവന്റെ ഭാര്യയാക്കി ഇല്ലേ? അപ്പൊ ഇവനൊരു പ്രശ്നം വരുമ്പോൾ ബായിയല്ലേ അവളുടെ ഭർത്താവേണ്ടത്, അല്ലാതെ ഞാനാണോ? ആണോ ചേട്ടായി മാത്രം? നീ ഒന്നും ജീവിതകാലത്ത് നന്നാവില്ലടാ. നീ നന്നായി, സത്യമായിട്ട് ഞാൻ നന്നായിട്ട് ഇപ്പൊ 1-2 ആഴ്ചയായി. ലേശം വാചകടി, അല്പം വെള്ളവടി, കുറച്ച് പുളുവടി, പിന്നെ കുറെ പഞ്ചാരയടി. അതായിരുന്നു എന്റെ ഒരു രീതി. പക്ഷെ ഇന്ന് തൊട്ട് ഞാൻ തീരുമാനിച്ചു, ഇനി കുടുംബത്തെ മറന്നൊരു കളി വേണ്ടെന്ന്. സത്യമായിട്ടും ഞാൻ ക്ലീൻ ആയി. ഞങ്ങളൊക്കെ അങ്ങ് മോശമായി. അതിന് ഞാനൊരു മാർഗം പറഞ്ഞു. ഇനി വല്ലതും മിഡിയ കൊന്നുകളയുന്നേ. അയ്യോ കൃഷ്ണേന്ദു ചേച്ചി, അളിയാ എന്റെ കൃഷ്ണേന്ദു ചേച്ചി. കൃഷ്ണേന്ദു ചേച്ചി എവിടെ? ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. എന്തേ? എടാ നീ വിഷമിക്കരുത്, കരയരുത്. എനിക്കറിയാം നിനക്ക് വിഷമം സഹിക്കാൻ വയ്യാത്തോണ്ട് 3 കൂടെ ഒരുമിച്ചിരുന്ന് വെള്ളം അടിക്കണല്ലേ. നിന്റെ വിഷമത്തിൽ ഞാൻ പങ്കുചേരാണോ? ഒഴി, എനിക്കൂടെ ഒരു സാധനം. ഗ്ലാസ് എപ്പോഴും ഞാൻ കൂടെ കൊണ്ട് നടക്കും. എപ്പോഴാ ദുഃഖം വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒഴിയുടെ നീ എവിടെ? ശകലം ഒഴി. മനുഷ്യൻ ഇവിടെ പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ. തനിക്ക് എന്താ വേണ്ടത്? അപ്പൊ ആളെ ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഈ ജോണിന്റെ ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കൊണ്ടുപോകണത് എന്റെ കണ്ണുകൊണ്ട് കണ്ടളിയാ. അത് മറ്റേ കേസിന് കേസ്. സത്യം, ഹോട്ടലിലെത്താൻ ഞാൻ വൈകി പോയടാ. ഇല്ലായിരുന്നെങ്കിൽ എന്നെ രമണിയും കൂടെ പോലീസ് പൊക്കിക്കൊണ്ട് പോയെന്നെ. വിശ്വസിക്കരുതടാ, ലോകത്തോരു പെണ്ണിനും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. നിനക്കറിയോ, കഴിഞ്ഞ 13 വർഷമായിട്ട് ആത്മാർത്ഥമായി സ്നേഹിച്ച പെണ്ണിനോട് ഞാൻ ചോദിച്ചു എന്നോടൊപ്പം ഇറങ്ങി വരാൻ പറ്റുമോന്ന്. ഓൺ ദ സ്പോട്ടിൽ ആ നായിന്റെ മോൾ എന്നോടൊപ്പം ഇറങ്ങി വന്നു കളഞ്ഞടേ. അമ്മയുടെ തന്നെ. അതാ ഞാൻ പറഞ്ഞത്, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്, അവര് ചതിക്കും. വാ നമുക്ക് വെള്ളം അടിക്കാം. ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. നീ പോയേ. അത് ശരി, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒരു ഞെട്ടലും വിഷമമൊന്നും ഇല്ലല്ലോ അളിയാ. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, എന്നാൽ ഇവന്റെ ഭാര്യയെ പോലീസ് പിടിച്ചോണ്ട് പോയ വിവരം ഞാൻ നേരെ കൃഷ്ണേന്ദു ചേച്ചി അറിയിക്കാം. എന്നിട്ട് ഈ ചൂടുള്ള വാർത്ത എന്റെ തീപ്പന്തൽ പത്രത്തിൽ ചേട്ടത്തിയോട് പറയരുത്, തന്നെ വൃത്തിയായിട്ട പത്രത്തിൽ കൊടുക്കുകയും ചെയ്യരുത്. 1000 രൂപ കൊണ്ടുപോയി സന്തോഷിക്കാം കേട്ടോ. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ശരി, ഞാനിത് ആരോടും പറയുന്നില്ല. ഇന്നത്തെ എന്റെ ദുഃഖം തീരാൻ ഇത് ധാരാളം. പക്ഷെ എനിക്ക് നാളെയും ദുഃഖം വരൂടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആരെങ്കിലും ഉണ്ടായിരുന്നാ മതി. എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ഈശ്വര എന്റെ ഇതുപോലുള്ള ദുഃഖം ഒരിക്കലും തീരല്ലേ ഭഗവാനേ. ചേട്ടായി ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങി, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാന്നേ. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ, ഞാനൊരു ഐഡിയ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നിന്റെ കല്യാണം എങ്ങനെ നടത്താന്നുള്ളതിനെ കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചോണ്ടിരിക്കുക. 1 മിനിറ്റ്.